IT പാർക്കുകളും സ്റ്റാർട്ടപ്പ് വില്ലേജുകളും അടക്കം കേരളത്തിന്റെ വികസനത്തിന് സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു മെട്രോപൊളിറ്റൻ നഗരമാണ് കൊച്ചി. AI-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനന്ത സാധ്യതകളാണ് ഈ നഗരം ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ജനറേറ്റീവ് AI കോൺക്ലേവ് നടന്നതും കൊച്ചിയിലാണ്. അപ്പോൾ എന്താണ് AI? AI കൊണ്ട് ഗുണമോ ദോഷമോ? നമുക്ക് കൊച്ചിക്കാരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. നല്ലതിനായിട്ട് ഉപയോഗിക്കാം, ചീത്തയായിട്ട് ഉപയോഗിക്കാം. ഓരോരുത്തർ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. കാരണം മാൻ പവറിന്റെ ആവശ്യം വരുന്നില്ല. ഫുള്ള് AI ആണെങ്കിൽ പിന്നെ നമ്മളുടെ ആവശ്യമില്ലല്ലോ. ആളുകൾക്ക് തൊഴിൽ കുറയും. ഇങ്ങനെ ഒരു മിഷൻ പ്രവർത്തനങ്ങൾ വരുമ്പോൾ നമ്മളെ സാധാരണക്കാരായ ആൾക്കാർക്ക് തൊഴിലില്ലാതെയാവും. എല്ലായിടത്തും ആയി തുടങ്ങിയല്ലേ. ഇപ്പോൾ പണ്ട് പറമ്പുകളിൽ JCB ഇറ്റാച്ച എല്ലാം കയറി പണിയെടുക്കുമായിരുന്ന. ഇപ്പോൾ അതൊക്കെയല്ലേ പണിയെടുക്കാൻ ആളെ കിട്ടാണ്ട ഇല്ല. കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നഷ്ടം തന്നെയായിരിക്കും. കാരണം പിന്നെ നമ്മൾ വേണ്ടി വരില്ല, എല്ലാം AI തന്നെ ചെയ്തോളൂ. പിന്നെ ഇങ്ങനെ എല്ലാവരുടെയും തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും കൂടുതലായി സംഭവിക്കും. ഇപ്പോൾ AI യൂസ് ചെയ്യണമെങ്കിൽ ബെറ്ററാണ്. കാരണം ഇപ്പോൾ ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്. ഒരു തീം കിട്ടണമെങ്കിൽ ഫസ്റ്റ് AI-യിലേക്കാണ് ഞാൻ പോകാറ്. AI വന്നുകൊണ്ട് നിങ്ങളുടെ ജോലി പോകാനും ചാൻസ് ഉണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷേ ക്രിയേറ്റിവിറ്റി വരുമ്പോൾ രണ്ട് വ്യത്യാസം വരുന്നുണ്ട്. റെഫറൻസ് ആയാലും എന്തായാലും AI നല്ലതാണ്. ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ വരെ ഇപ്പോൾ എല്ലാവരും ഗൂഗിൾ യൂസ് ചെയ്യണ പോലെ തന്നെ AI ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല വശമുണ്ട്, അതിൻ്റെ ഒരു കെട്ട വശമുണ്ട്. ഐ തിങ്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതാണ്. നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗുഡ് ഓപ്ഷൻ ആണെങ്കിൽ വളരെ നല്ലതാണ്. ചിലപ്പോൾ ഫിലിം ഫീൽഡിലോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോഗ്രാഫി ഇതിനൊക്കെ ആണെങ്കിൽ അത് നല്ലതാണ്. അത് മിസ്യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലും ബുദ്ധിമുട്ട് വരിക. തൊഴിൽ രംഗത്തെ ബാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മുന്നേ എല്ലാവരും പറഞ്ഞിരുന്നു കമ്പ്യൂട്ടർ വന്നാൽ എല്ലാവരും ജോലി പോവും, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്. പക്ഷേ അത് ആരെങ്കിലും ബാധിച്ചോ? മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. കാരണം മെറിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹ്യൂമൻ എറേഴ്സ് കുറയും, കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും, ലേബർ കുറയും, അതായത് അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയും. ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഇരുവശങ്ങളുണ്ട്. നല്ലത് ചെയ്താൽ നല്ലതും മോശം ചെയ്താൽ ദോഷകരമായ കാര്യങ്ങളും സംഭവിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്യാമറമാൻ വേണുവിനൊപ്പം സ്നേഹ മൊല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.